പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി എത്തുന്നത്. എല്ലാവർക്കും സുഖം എന്ന് തന്നെ വിശ്വസിക്കുന്നു. സത്യത്തിൽ ഇന്നലെ നടന്ന ഒരു ക്രിക്കറ്റ് മത്സരം, ആ മത്സരത്തിൽ നമ്മുടെ അഭിമാനമായി നമ്മുടെ ഇന്ത്യ 2020 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. ആ കളിയിലെ താരം സഞ്ജു സാംസൺ എന്ന മലയാളിയായി. തീർച്ചയായും സഞ്ജുവിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇന്നിങ്സാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഞാൻ ക്രിക്കറ്റ് പറയാനല്ല വന്നത്, മറിച്ച് ജീവിതത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഇന്നലെ സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സിലുണ്ടായിരുന്നു. ജീവിതത്തിൽ നാം വളരെ തകർന്നു പോകുന്ന ഒരവസ്ഥ, ഒന്നുമല്ലാതെ മാറ്റപ്പെടുന്ന ഒരവസ്ഥ, നമുക്ക് നമ്മളുടെ കഴിവിനനുസരിച്ച് ഉയരാൻ പറ്റാത്ത ഒരവസ്ഥ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം, മറ്റുള്ളവരുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നമ്മെ തളർത്തുന്ന ഒരു സാഹചര്യം. അതിനെയെല്ലാം അതിജീവിച്ചാണ് സഞ്ജു വി സാംസൺ എന്ന മലയാളി വെസ്റ്റ് ഇൻഡീസിനെതിരെ 50 പന്തുകളിൽ നിന്നും 97 റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച്. ശരിക്കും സഞ്ജുവിനെ നമ്മളൊന്ന് നോക്കി പഠിക്കേണ്ടതാണ്. വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ സഞ്ജു വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആത്മവിശ്വാസം കൈവിടാതെ ഒരുപക്ഷെ തൻ്റെ ചെറിയ ചെറിയ കുറവുകളെ പരിഹരിക്കുന്നതിനായി നല്ല രീതിയിൽ മുന്നേറിയ ഒരു ചെറുപ്പക്കാരൻ. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ആ മാനസികാവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ പരീക്ഷാകാലത്ത് മനസ്സു നിറയെ പ്രിയപ്പെട്ട മക്കൾ ആത്മവിശ്വാസം കൈവെടിയാത്തവരായിരിക്കണം. നല്ല ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടുക. ഇന്നലെ വരെ ഉണ്ടായ പരാജയങ്ങൾ, ഇന്നലെ വരെ ഉണ്ടായ തളർച്ചകൾ ഒരു കാരണവശാലും ബാധിക്കരുത്. നല്ല വിശ്വാസത്തോടെ, ഉറച്ച ഈശ്വര ഭക്തിയോടെ, ഈശ്വര ചിന്തയോടെ നമുക്ക് മുന്നേറാം. മികച്ച വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലകളുടെ പരാജയങ്ങളെ ഓർത്ത് വിഷമിക്കാതെ ഇന്നിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നാളെയുടെ നന്മയ്ക്കായി കാത്തിരിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി മാറുന്ന നന്മയുള്ള മരങ്ങളായി നമുക്ക് മാറാം. പരാജയങ്ങൾ നമ്മളെ തളർത്തരുത്. ഇന്നിൻ്റെ സാധ്യതകളെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നാളെയിലേക്ക് നല്ല വിജയത്തിൻ്റെ ചവിട്ടുപടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നലത്തെ വേദനകൾ അത് നമുക്ക് ചെറിയൊരു പാഠമാകണം. ആ പാഠത്തിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറണം. അവിടെയാണ് നമുക്ക് എല്ലാം നന്മയുടേതായി മാറുന്നത്. സഞ്ജു വി സാംസൺ നമുക്ക് കാട്ടിത്തന്നതും അതാണ്. ഇന്നലത്തെ പരാജയങ്ങളിൽ ആ മനുഷ്യൻ തളർന്നില്ല, തൻ്റെ ഉൾക്കരുത്ത് ചോർന്നു പോയില്ല, മറിച്ച് ആ പരാജയങ്ങളിലും പാഠം പഠിക്കുകയായിരുന്നു, അവിടെ നിന്ന് കുതിക്കുകയായിരുന്നു. ഇന്നലെ പരിഹസിച്ചവരുടെ മുന്നിൽ കൈയടിക്കാനുള്ള അവസരം സഞ്ജു വി സാംസൺ ഉണ്ടാക്കിയെടുത്തു. അപ്രകാരം ഒരു അവസരത്തിനായി പരിഹസിക്കുന്നവരുടെ മുന്നിൽ, നമ്മെ പുച്ഛിക്കുന്നവരുടെ മുന്നിൽ നമുക്ക് നന്മയുടെ വലിയ വാതായനങ്ങൾ തുറക്കുവാൻ സാധിക്കണം. അതിനായി പ്രയത്നിക്കാം. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.